സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പോൾ ഗൈസ് തൊട്ടിൽ ഞാൻ എൻ്റെ പി സി ക്ലീൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം എൻ്റെ ടേബിളിലിരുന്ന പി സി വെളിയിലോട്ട് എടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഡസ്റ്റും കാര്യങ്ങളും പിടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലിരുന്ന മാറ്റാണ്, റബ്ബർ മാറ്റാണ്. അപ്പം ഇതിൽ തന്നെ നല്ല ഡസ്റ്റ് ഉണ്ട്. മുകളിലിരുന്നല്ല, സൈഡിലിരുന്നതാണ്. അപ്പോൾ ഇതിൽ തന്നെ നല്ല ഡസ്റ്റ് ഉണ്ട്. സൈഡ് ഫാനിൻ്റെ മൊത്തം ഡസ്റ്റ് ഇതിലാണ് പിടിക്കണം. അപ്പം ഇത് ജസ്റ്റ് നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് വയ്ക്കാനേ ഉള്ളൂ. ഗ്ലാസ് എല്ലാം ഇവിടെ ഒരുവി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അകത്ത് എത്ര പൊടിയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഞാൻ പി സി ബിൽഡ് ചെയ്ത് ഈ ഒരു സമയമായിരുന്നു, കഴിഞ്ഞ വർഷം ആഗസ്റ്റ് ഈ ഒരു സമയത്താണെന്നാണ് തോന്നുന്നത്, എനിക്ക് ഓർമ്മയില്ല. അപ്പം അതിനുശേഷം പി സി ബിൽഡ് ചെയ്തതിന് ശേഷം പുറമേ ജസ്റ്റ് ക്ലീൻ ചെയ്യണം, അല്ലാതെ ഫുള്ളായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തില്ല. ഐ മീൻ എല്ലാം ഒന്ന് ഇളക്കിയെടുത്തിട്ട് ക്യാബിനറ്റിൻ്റെ ഫാൻ അടക്കം എല്ലാം ഇളക്കിയെടുത്തിട്ട് ഒന്നിന്ന് റീഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു വർഷം ആവാൻ പോണതുകൊണ്ട് ഞാൻ ഫുൾ ഇളക്കിയിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ലിക്വിഡ് കൂളറൊക്കെ ഈ മാസം തുടക്കത്തെടുത്ത്, എന്നാലും ഇതിൽ ഡസ്റ്റ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം. പക്ഷേ ഫുള്ള് കംപ്ലീറ്റ് ഇളക്കി ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇതൊരു പുതിയൊരു പി സി ബിൽഡ് ചെയ്യണത് പോലെ തന്നെ എല്ലാം ഇളക്കി ക്ലീൻ ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് എക്സ്ട്രാ ടൈം എടുക്കും, കാരണം നമുക്ക് ഓരോരോ സാധനങ്ങൾ ക്ലീൻ ചെയ്യേണ്ടി. അപ്പോൾ ഒരു പുതിയ പി സി ബിൽഡ് ചെയ്യണതിനെ കാട്ടി ടൈം എടുക്കും, ഒരു പുതിയ പി സി ബിൽഡ് ചെയ്യണതിനെ കാട്ടി പാടുണ്ട്. കാരണം എല്ലാം ഇളക്കിയെടുക്കണം വേറൊരു പാട്, തിരിച്ച് ഇതേപോലെ ഫിറ്റ് ചെയ്യണത് അതിനെക്കാട്ടി വലിയ പാടാണ്. കേബിൾ മാനേജ്മെൻറ്റും കേബിൾ കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലിക്വിഡ് കൂളറൊക്കെ നമ്മൾ വാഷ് ചെയ്യും, റേഡിയേറ്റർ അത് നിങ്ങൾ ഷോർട്ട് കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഷോർട്ട് ഇട്ടിട്ടുണ്ട്, വെള്ളത്തിൽ മുക്കി കഴിയുമെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാനൊന്നും പോണില്ല, വേറെ കംപ്ലയിൻ്റ് ഒന്നും വരില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. അത് നമുക്ക് ഈ ഒരു സെക്ഷൻ കാണുമ്പം ഇതേപോലെ വല്ല പ്ലഗിങ്ങും ചെയ്തിട്ടുള്ള സാധനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇളക്കിയെടുക്കണം. മൈക്രോഫോണിൻ്റെയും ഹെഡ്സെറ്റിൻ്റെയൊക്കെ കേബിളാണ് വന്നിരിക്കുന്നത്. അപ്പം സ്പെക്ടറാണ്. സ്പെക്ടറിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കൊടുത്തിരിക്കാം. നല്ല സ്പെക്ടറാണ്, 150 എത്ര രൂപയുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഇവിടെ എല്ലാം സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്തുകൊണ്ട് വെച്ച് നമുക്ക് എല്ലാം സെറ്റ് ആക്കണം. എല്ലാം ഫസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കണം. കേബിളിൽ നിന്നാണ് ഞാൻ എല്ലാം തുടങ്ങാൻ പോണത്. കേബിളും കണക്ഷനും എല്ലാം ഇളക്കിയെടുക്കണം, ഫാനായാലും എന്തിനായാലും. ഇതിൻ്റെ ബാക്കിൽ ഡസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് പോലെ തന്നെ ഗ്രാഫിക്സ് കാർഡൊക്കെ നല്ല പൊടിയടിച്ചിരിക്കുകയാണ്. എല്ലാം നമുക്കൊന്ന് പക്ക ക്ലീൻ ആക്കണം. എല്ലാ സാധനങ്ങളും ഡിസസംബിൾ ചെയ്യാണ് ഞാൻ ഇവിടെ കാണാൻ. ലിക്വിഡ് കൂളറായാലും എല്ലാ കാര്യങ്ങളും. ഇതിൽ തെർമൽ പേസ്റ്റ് ഒന്നും റീപ്ലേസ് ചെയ്യണില്ല. തെർമൽ പേസ്റ്റ് പഴയ തന്നെ യൂസ് ചെയ്യാൻ പോവുകയാണ്. വേറെ തെർമൽ പേസ്റ്റ് ഇല്ല, കാരണം അതിലിരിക്കണം നല്ല പ്രീമിയം ക്വാളിറ്റി തെർമൽ പേസ്റ്റാണ്. അങ്ങനെ ഒന്നും പെട്ടെന്ന് ചീത്തയാവില്ല. ഓക്കെ, അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ ഇളക്കിയെടുക്കണതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഫാസ്റ്റാണ്, പക്ഷേ എന്തും നേരെ എടുത്തെന്നറിയാം ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കുക. നിങ്ങളൊന്ന് കണ്ടു ഗൈസ്. ഓക്കെ, അപ്പോൾ ഫൈനലി ഇവിടെ ഫുൾ ഇളക്കിയെടുത്തിരിക്കുകയാണ്. ഇത് ക്യാബിനറ്റ് മാത്രമാണ്. ഇനി ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഫാൻ ഇൻസ്റ്റാൾ ചെയ്യും. അതിനുശേഷം പവർ സപ്ലൈ, അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യും. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഡസ്റ്റും കാര്യങ്ങളും നിങ്ങൾ കാണുന്നത് പോലെ തന്നെയാണ്. നല്ല പൊടി കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ നിങ്ങൾ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത്രയും ഫാനാണ് എൻ്റെ പി സിയിൽ ഇടുന്നത്. പൊന്നു ബുർജ് ഖലീഫ പോലെ ഇരിക്കുകയാണ്. 12 ഫാൻ ടോട്ടൽ. പിന്നെ റാം കൂളർ അങ്ങനെയൊക്കെ വേറെ ഫാനുകൾ, അത് വേറെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് 12 ഫാനാണ് ടോട്ടൽ ഇവിടെ. ലിക്വിഡ് കൂളറും സൈഡ് ഫാനും ക്യാബിനറ്റ് ഫാനും ബോട്ടം ഫാനും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയും ഫാനിൻ്റെ യൂസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ യൂസ് ഉണ്ട്. ലിക്വിഡ് കൂളറും എല്ലാം നല്ലൊരു എയർ ഫ്ലോ വേണം. ഫ്രണ്ട് ഗ്ലാസ്സാണ് പറഞ്ഞത്, മെഷല്ല. എനിക്ക് ഇതേപോലത്തെ മിഡ് ടവർ പി സിയാണ് ഇഷ്ടം, അല്ലാതെ മറ്റേ ഫിഷ് ടാങ്ക് മോഡൽ അങ്ങനത്തെ പി സി ഒന്നും എനിക്ക് ഇഷ്ടമില്ല. ബേസിക്കലി സത്യം പറഞ്ഞാൽ ക്യാബിനറ്റിനകത്ത് സ്ഥലമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സീനാണ് കോമഡി. ലിക്വിഡ് കൂളർ നമ്മളിവിടെ വാഷ് ചെയ്തെടുക്കാൻ പോവുകയാണ്. വേറെ ഒരു കുഴപ്പമില്ല, പമ്പ് വെള്ളത്തിൽ ആക്കാതിരുന്നാൽ മതി, ഒന്നും ചെയ്യാൻ പോണില്ല. ഇതപ്പോൾ എടുത്തിട്ട് ജസ്റ്റ് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം കഴുകി എടുത്താൽ മതി. പൈപ്പ് ഇട്ട് ഓസിട്ട് അടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഞാൻ പിന്നെ ഓസിട്ട് അടിച്ച് അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. ക്യാമറ ചെറുതായിട്ട് ചതിച്ച് ഗൈസ്. ഇതാണെങ്കിൽ ഫോക്കസ് മാറിപ്പോയി, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ നല്ലോണം ഇതിനെ ഇങ്ങനെ കഴുകിയെടുത്ത്, ഇത് ജസ്റ്റ് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഓസിട്ട് വാഷ് ചെയ്ത്, അല്ലാതെ ഇതിൻ്റെ പൊടിയൊന്നും പോകില്ല. അകത്ത് നമുക്ക് വേറെ ബ്രഷോ കാര്യങ്ങളൊന്നും ഇറങ്ങില്ലല്ലോ അതിൻ്റെ അകത്ത്. വെള്ളമൊക്കെ നല്ലോണം ചീത്ത. പിന്നെ ഇതെല്ലാം വെള്ളം പോയതിന് ശേഷം മാത്രമേ എടുത്ത് വയ്ക്കാവൂ. സീരിയൽ നമ്പരും കാര്യങ്ങളൊന്നും ഒന്നും പോകാതിരിക്കണം, നോക്കണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി ഗ്രാഫിക്സ് കാർഡിൻ്റെ ഫാനിൻ്റെ സൈഡ് ഇളക്കിയെടുത്തിട്ട് ഫാൻ ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് സ്ക്രൂ ചെയ്ത് വെച്ചാൽ മതി. വഴി നമുക്ക് തിരിച്ചെല്ലാം ഒന്ന് അസംബിൾ ചെയ്യണം. ഇതിവിടെ സൈഡ് ഫാൻ ഞാൻ വെച്ചിട്ടുണ്ട്, മദർ ബോർഡ്. ലിക്വിഡ് കൂളർ വയ്ക്കാനുള്ള സമയമാണ്. നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട് ഞാൻ. അത് കാണാൻ പറ്റും, ഒരു തുള്ളി വെള്ളം ഇല്ല. അങ്ങനത്തെ രീതിക്ക് നല്ല പക്ക ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ വയ്ക്കാവൂ, ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഓക്കെ, അപ്പോൾ ലിക്വിഡ് കൂളർ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും നല്ലോണം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഫാനൊക്കെ നല്ലോണം എയർ ഫ്ലോയും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല കൂളായിട്ടിരിക്കും.
റാം കൂളറും വെച്ചിട്ടുണ്ട്, റാം ഇൻസ്റ്റലേഷൻ, ഫൈനലി എല്ലാ സാധനവും വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും കംപ്ലീറ്റ് സാധനങ്ങളും വെച്ചിട്ടുണ്ട്. Ryzen 5 സ്റ്റിക്കർ ഇപ്പോഴാണ് ഒട്ടിച്ചത്. ഫൈനലി ലിക്വിഡ് കൂളറും കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. കേബിൾ മാനേജ്മെൻറ്റ് വലിയ പരിപാടി പാടാനൊന്നുമില്ല, 1-1.5 മണിക്കൂറിൻ്റെ അത് സെറ്റാക്കാന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫൈനലി ലുക്ക്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇതേപോലെ ക്ലീൻ ചെയ്യണം. പിന്നെ ലിക്വിഡ് കൂളർ ഞാൻ പറഞ്ഞതുപോലെ വാഷ് ചെയ്തെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ഇങ്ങനെ വാഷ് ചെയ്യാം. ജസ്റ്റ് ഞാൻ കാണിച്ചതേ ഉള്ളൂ എൻ്റെ ഒരു PC ക്ലീനിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഇതുവരെ മോണിറ്ററിൻ്റെ കണക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇനി വേണം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഓണാക്കി എല്ലാം ഒന്ന് കൊടുത്തതിന് ശേഷം ഓണാക്കുക. കാരണം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതായിരുന്നു എല്ലാ കേബിള കണക്ഷനെ ലൂസ് അങ്ങനെ വല്ലതും ഉണ്ടാകുന്ന അറിയാൻ വേണ്ടി. അപ്പോഴാണ് ആ സെൻസർ പാനലിൻ്റെ കേബിൾ ജസ്റ്റ് ഇളകി കിടന്നത് അറിഞ്ഞത്. എന്നിട്ട് അതെടുത്ത് കൊടുത്തിട്ട് മോണിറ്ററെല്ലാം വെച്ചൊന്ന് ഓണാക്കി എടുക്കുകയാണ്. ഓവറാൾ ഇനി താഴെ 2 ഫാന് 3 ഫാന് വെക്കണമെന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് എന്തായാലും അത് ചുമ്മാ ഔട്ട് ഓഫ് വേസ്റ്റിംഗ് മണിയാണ്, ചുമ്മാ പൈസ കൊണ്ട് കളയണ ഒരു അവസ്ഥയായിരിക്കും. അതിനെക്കാട്ടി നല്ലത് എനിക്കിനി മോണിറ്ററും ചെയറും വാങ്ങണം, അതിന് ശേഷം ഗ്രാഫിക്സ് കാർഡ് അപ്ഗ്രേഡ് ചെയ്യണം. അല്ല ഫാന് താഴത്ത് വയ്ക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല, സൈഡ് ഫാന് വാങ്ങിച്ചത് ഉപയോഗമുള്ളതുകൊണ്ട് മാത്രം. അപ്പോൾ ഇത്രയും തന്നെ ഗൈസ്. അടുത്ത് വേറെ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.